നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. പട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണിക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസികൾ പകർത്തിയ ദൃശ്യം 24 ലഭിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തു നിന്ന്. സമീർ, ഇതിൽ എന്താണ് സംഭവിച്ചത്? ഈ മർദ്ദിച്ച അല്ലെങ്കിൽ മർദ്ദനമേറ്റ ഇന്ദ്രാണിയുടെ ആരോഗ്യനില എങ്ങനെ? ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, മർദ്ദനമേറ്റ ഇന്ദ്രാണിയെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമയും അതോടൊപ്പം തന്നെ ഈ വാർഡ് കൗൺസിലറും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. നിലമ്പൂർ CH നഗറിലെ പാട്ടത്തടി വീട്ടിൽ ഇന്ദ്രാണി എന്ന് പറയുന്ന 70-കാരിക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസിയായ ഷാജിയാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പറയുന്നത്. ഇങ്ങനെ മർദ്ദനത്തിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് ഈ ഇന്ദ്രാണിയെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് അയൽവാസികൾ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. അയൽവാസിയായ ഷാജി എന്ന് പറയുന്ന വയോധികനാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇന്ദ്രാണിയുടെ മകൻ ഇവരെ കാര്യമായി അങ്ങനെ കെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഈ മകൻ തന്നെയാണ് ഈ അയൽവാസിയായ ഷാജിയെ നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അങ്ങനെ പല ദിവസങ്ങളിലും ഈ ഷാജിയും മകനും പല ഘട്ടങ്ങളിലായി ഇന്ദ്രാണിയെ മർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ അയൽവാസികൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇന്നലെ ഈ ഇന്ദ്രാണിയുടെ കരച്ചിൽ വലിയ തോതിലായ സമയത്താണ് അയൽവാസികൾ എത്തി വീട്ടിൽ പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ വയോധികനായ ഷാജി ഈ ഇന്ദ്രാണിയെ മർദ്ദിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഈ അയൽവാസി ദൃശ്യങ്ങൾ പകർത്തി അത് വാർഡ് കൗൺസിലർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൗൺസിലറും ഈ വൈസ് ചെയർപേഴ്സണും ചേർന്നുകൊണ്ട് നിലവിൽ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ നിലമ്പൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവരെ സ്ഥിരമായി ഇത്തരം മർദ്ദനം ഏൽക്കാറുണ്ട് എന്ന് ഇന്ദ്രാണി കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ശരീരത്തിലുമൊക്കെ തന്നെ മർദ്ദനമേറ്റ് പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. യെസ്, ഇന്ദ്രാണി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 70 വയസ്സുണ്ട്. മർദ്ദനമേൽക്കുന്നത് സ്ഥിരമായി അവർക്ക് മർദ്ദനമേൽക്കാറുണ്ട് എന്ന് അയൽക്കാർ തന്നെ പറയുന്നു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.